ഹായ് ഫ്രണ്ട്സ്, ഡെയിലി PSC ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ 2020 ജനുവരിയിൽ നടന്ന ഒരു LDC ചോദ്യപേപ്പറാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ 30 ചോദ്യങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി 31ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. 31ാമത്തെ ചോദ്യം: ആൽഫ ന്യൂമറിക് ഡേറ്റ എൻട്രിക്ക് ഉപയോഗിക്കുന്ന ഇൻപുട്ട് ഡിവൈസ് ഏത്? ഉത്തരം: കീബോർഡ്. അക്ഷരമാലയിലെ അക്ഷരങ്ങളും അക്കങ്ങളും ഏതാനും ക്യാരക്ടറുകളും അടങ്ങുന്നതാണ് ആൽഫ ന്യൂമറിക് കീകൾ. ഒരു കമ്പ്യൂട്ടറിലേക്ക് വിവരങ്ങൾ ടൈപ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇൻപുട്ട് ഉപകരണമാണ് കീബോർഡ്. കീബോർഡിൻ്റെ ഉപജ്ഞാതാവ് ക്രിസ്റ്റഫർ ഷോൾഡ്. ഒരു കീബോർഡിലെ കീകളുടെ എണ്ണം 104. ഒരു കീബോർഡിലെ ഫങ്ഷണൽ കീകളുടെ എണ്ണം 12. ഒരു കീബോർഡിലെ ഏറ്റവും വലിയ കീ സ്പേസ് ബാർ. ഏറ്റവും കൂടുതൽ പ്രചാരത്തിലുള്ള കീബോർഡുകൾ QWERTY കീബോർഡുകൾ. അപ്പോൾ ആൽഫ ന്യൂമറിക് ഡേറ്റ എൻട്രിക്ക് ഉപയോഗിക്കുന്ന ഇൻപുട്ട് ഡിവൈസാണ് കീബോർഡ്. അക്ഷരമാലയിലെ അക്ഷരങ്ങളും അക്കങ്ങളും ഏതാനും ക്യാരക്ടറുകളും അടങ്ങുന്നതാണ് ആൽഫ ന്യൂമറിക് കീകൾ. ഒരു കമ്പ്യൂട്ടറിലേക്ക് വിവരങ്ങൾ ടൈപ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇൻപുട്ട് ഉപകരണമാണ് കീബോർഡ്. കീബോർഡിൻ്റെ ഉപജ്ഞാതാവ് ക്രിസ്റ്റഫർ ഷോൾഡ്. ഒരു കീബോർഡിലെ കീകളുടെ എണ്ണം 104. ഒരു കീബോർഡിലെ ഫങ്ഷണൽ കീകളുടെ എണ്ണം 12. കീബോർഡിലെ ഏറ്റവും വലിയ കീയാണ് സ്പേസ് ബാർ. ഇന്ന് ഏറ്റവും കൂടുതൽ പ്രചാരത്തിലുള്ള കീബോർഡുകളാണ് QWERTY കീബോർഡുകൾ. 32ാമത്തെ ചോദ്യം: താൽക്കാലികമായി ഡേറ്റ സ്റ്റോർ ചെയ്യാൻ ഉപയോഗിക്കുന്ന മെമ്മറി ഏത്? റാം. റാമിൻ്റെ ഫുൾ ഫോം റാൻഡം ആക്സസ് മെമ്മറി. റാം ഒരു താൽക്കാലിക മെമ്മറിയാണ്. പവർ ഓഫ് ചെയ്യുമ്പോൾ റാമിലെ ഡേറ്റകൾ നഷ്ടപ്പെടുന്നു. റീഡ് ആൻഡ് റൈറ്റ് മെമ്മറി എന്നറിയപ്പെടുന്നത് റാം ആണ്. റാം റാൻഡം ആക്സസ് മെമ്മറി. റാം പ്രധാനമായും 2 തരത്തിലുണ്ട്: സ്റ്റാറ്റിക് റാം, ഡൈനാമിക് റാം. റാമിൽ നിന്ന് ഹാർഡ് ഡിസ്കിലേക്ക് വിവരങ്ങൾ പകർത്തുന്ന പ്രക്രിയയാണ് സേവിങ്. അപ്പോൾ താൽക്കാലികമായി ഡേറ്റ സ്റ്റോർ ചെയ്യാൻ ഉപയോഗിക്കുന്ന മെമ്മറിയാണ് റാം. റാമിൻ്റെ ഫുൾ ഫോമാണ് റാൻഡം ആക്സസ് മെമ്മറി. റാം ഒരു താൽക്കാലിക മെമ്മറിയാണ്. പവർ ഓഫ് ചെയ്യുമ്പോൾ റാമിലെ ഡേറ്റകൾ നഷ്ടപ്പെടുന്നു. റീഡ് ആൻഡ് റൈറ്റ് മെമ്മറി എന്നറിയപ്പെടുന്നതും റാമാണ്. റാം പ്രധാനമായും 2 തരത്തിലുണ്ട്: സ്റ്റാറ്റിക് റാം, ഡൈനാമിക് റാം. റാമിൽ നിന്ന് ഹാർഡ് ഡിസ്കിലേക്ക് വിവരങ്ങൾ പകർത്തുന്ന പ്രക്രിയ പറയുന്ന പേരാണ് സേവിങ്. 33ാമത്തെ ചോദ്യം: ഓപ്പറേറ്റിംഗ് സിസ്റ്റം സോഫ്റ്റ്വെയർ ഏത് വിഭാഗത്തിൽ പെടുന്നു? ഉത്തരം: സിസ്റ്റം സോഫ്റ്റ്വെയറുകൾ. കമ്പ്യൂട്ടറിൻ്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന സോഫ്റ്റ്വെയറാണ് സിസ്റ്റം സോഫ്റ്റ്വെയർ. പ്രധാന സിസ്റ്റം സോഫ്റ്റ്വെയറുകളാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് ഉദാഹരണം വിൻഡോസ്, ലിനക്സ്. ഒരു കമ്പ്യൂട്ടർ പ്രവർത്തിക്കുമ്പോൾ ആദ്യം ലോഡ് ചെയ്യപ്പെടുന്ന പ്രോഗ്രാമുകളാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഒരു കമ്പ്യൂട്ടറിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. കമ്പ്യൂട്ടറിനെ യൂസറുമായി പരസ്പരം ബന്ധിപ്പിക്കുന്ന ഘടകമാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം വിൻഡോസ്. വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ സ്ഥാപകർ മൈക്രോസോഫ്റ്റ്. മൈക്രോസോഫ്റ്റിൻ്റെ സ്ഥാപകരാണ് ബിൽ ഗേറ്റ്സും പോൾ അലനും. അപ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം സോഫ്റ്റ്വെയർ ഏത് വിഭാഗത്തിൽപ്പെടുന്നു? സിസ്റ്റം സോഫ്റ്റ്വെയർ. കമ്പ്യൂട്ടറിൻ്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന സോഫ്റ്റ്വെയറുകളാണ് സിസ്റ്റം സോഫ്റ്റ്വെയർ. പ്രധാനപ്പെട്ട സിസ്റ്റം സോഫ്റ്റ്വെയറാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് ഉദാഹരണമാണ് വിൻഡോസ്, ലിനക്സ്. ഒരു കമ്പ്യൂട്ടർ പ്രവർത്തിക്കുമ്പോൾ ആദ്യം ലോഡ് ചെയ്യപ്പെടുന്ന പ്രോഗ്രാമുകളാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഒരു കമ്പ്യൂട്ടറിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. കമ്പ്യൂട്ടറിനെ യൂസറുമായി പരസ്പരം ബന്ധിപ്പിക്കുന്ന ഘടകമാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് വിൻഡോസ്. വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ സ്ഥാപകരാണ് മൈക്രോസോഫ്റ്റ്.
മൈക്രോസോഫ്റ്റിൻ്റെ സ്ഥാപകരാണ് ബിൽ ഗേറ്റ്സും പോൾ അലൻ. 34-ാമത്തെ ചോദ്യം. ലോകത്തിലെ ഏറ്റവും വലിയ നെറ്റ്വർക്കിന് ഉദാഹരണം? ഉത്തരം ഇൻ്റർനെറ്റ്. നെറ്റ്വർക്കുകളുടെ നെറ്റ്വർക്കെന്നും ഇൻ്റർനാഷണൽ നെറ്റ്വർക്കെന്നും അറിയപ്പെടുന്നത് ഇൻ്റർനെറ്റ്. പരസ്പരം ബന്ധിപ്പിക്കപ്പെട്ട അനേകം നെറ്റ്വർക്കുകളുടെ കൂട്ടമാണ് ഇൻ്റർനെറ്റ്. ഇൻ്റർനെറ്റിൻ്റെ പിതാവ് വിൻഡൻ സർഫ്. ഏറ്റവും വലിയ വൈഡ് ഏരിയ നെറ്റ്വർക്ക് അല്ലെങ്കിൽ വാൻ ആണ് ഇൻ്റർനെറ്റ്. ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ നിലവിൽ വന്ന വർഷം 1982. ഇൻ്റർനെറ്റ് ഇന്ത്യയിൽ നിലവിൽ വന്നത് 1995 ഓഗസ്റ്റ് 15. ഇന്ത്യയിൽ ആദ്യമായി ഇൻ്റർനെറ്റ് സേവനം ലഭ്യമാക്കിയത് BSNL ആണ്, വിദേശ് സഞ്ചാർ നിഗം ലിമിറ്റഡ്. ഇൻ്റർനെറ്റ് വഴി ബിസിനസ് നടത്തുന്ന സംവിധാനമാണ് ഇ കൊമേഴ്സ്. ഇൻ്റർനെറ്റിൻ്റെ ആദ്യകാല രൂപമാണ് ആർപ്പാനെറ്റ്. ആർപ്പാനെറ്റിൻ്റെ ഫുൾ ഫോമാണ് അഡ്വാൻസ്ഡ് റിസർച്ച് പ്രോജക്റ്റ് ഏജൻസി നെറ്റ്വർക്ക്. അഡ്വാൻസ്ഡ് റിസർച്ച് പ്രോജക്റ്റ് ഏജൻസി നെറ്റ്വർക്കാണ് ആർപ്പാനെറ്റ്. അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ നെറ്റ്വർക്കിന് ഉദാഹരണമാണ് ഇൻ്റർനെറ്റ്. നെറ്റ്വർക്കുകളുടെ നെറ്റ്വർക്കെന്നും ഇൻ്റർനാഷണൽ നെറ്റ്വർക്കെന്നും അറിയപ്പെടുന്നത് ഇൻ്റർനെറ്റാണ്. പരസ്പരം ബന്ധിപ്പിക്കപ്പെട്ട അനേകം നെറ്റ്വർക്കുകളുടെ കൂട്ടമാണ് ഇൻ്റർനെറ്റ്. ഇൻ്റർനെറ്റിൻ്റെ പിതാവാണ് വിൻഡൻ സർഫ്. ഏറ്റവും വലിയ വൈഡ് ഏരിയ നെറ്റ്വർക്ക് അല്ലെങ്കിൽ വാൻ ആണ് ഇൻ്റർനെറ്റ്. ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ നിലവിൽ വന്ന വർഷം 1982. ഇന്ത്യയിൽ ഇൻ്റർനെറ്റ് നിലവിൽ വന്നത് 1995 ഓഗസ്റ്റ് 15. ഇന്ത്യയിൽ ആദ്യമായി ഇൻ്റർനെറ്റ് സേവനം ലഭ്യമാക്കിയത് BSNL വിദേശ് സഞ്ചാർ നിഗം ലിമിറ്റഡ് ആണ്. ഇൻ്റർനെറ്റ് വഴി ബിസിനസ് നടത്തുന്ന സംവിധാനമാണ് ഇ കൊമേഴ്സ്. ഇൻ്റർനെറ്റിൻ്റെ ആദ്യകാല രൂപമാണ് ആർപ്പാനെറ്റ്. ആർപ്പാനെറ്റിൻ്റെ ഫുൾ ഫോമാണ് അഡ്വാൻസ്ഡ് റിസർച്ച് പ്രോജക്റ്റ് ഏജൻസി നെറ്റ്വർക്ക്. അഡ്വാൻസ്ഡ് റിസർച്ച് പ്രോജക്റ്റ് ഏജൻസി നെറ്റ്വർക്ക്. 35-ാമത്തെ ചോദ്യം. URLൻ്റെ പൂർണ്ണരൂപം? യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ. വെബ് അഡ്രസ്സുകൾ അറിയപ്പെടുന്നതാണ് URL. ഇൻ്റർനെറ്റിൽ ഏകീകൃത സ്വഭാവമുള്ള വിലാസങ്ങളെ സൂചിപ്പിക്കുന്നതാണ് URL അഥവാ യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ. 36-ാമത്തെ ചോദ്യം. ഒരു ബിൽ മണി ബില്ലാണോ എന്ന് തീരുമാനിക്കുന്നത് ആരാണ്? ഉത്തരം ലോക്സഭാ സ്പീക്കർ. മണി ബിൽ അവതരിപ്പിക്കുന്നത് ലോക്സഭയിൽ കേന്ദ്ര ധനകാര്യമന്ത്രിയാണ്. മണി ബില്ലിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പാണ് ആർട്ടിക്കിൾ 110. മണി ബിൽ കൈവശം വയ്ക്കാൻ രാജ്യസഭയ്ക്ക് അനുവദിച്ചിരിക്കുന്ന സമയം 14 ദിവസമാണ്. ഒരു ബിൽ മണി ബില്ലാണോ എന്ന് തീരുമാനിക്കുന്നത് ലോക്സഭാ സ്പീക്കറാണ്. മണി ബിൽ അവതരിപ്പിക്കുന്നത് ലോക്സഭയിൽ കേന്ദ്ര ധനകാര്യമന്ത്രിയാണ്. മണി ബില്ലിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 110. മണി ബിൽ കൈവശം വയ്ക്കാൻ രാജ്യസഭയ്ക്ക് അനുവദിച്ചിരിക്കുന്ന സമയമാണ് 14 ദിവസം. 37-ാമത്തെ ചോദ്യം. ഇന്ത്യൻ വൈസ് പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്ന സമിതിയിൽ ആരെല്ലാം ഉൾപ്പെടുന്നു? ഉത്തരം ലോക്സഭയിലെയും രാജ്യസഭയിലെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ. ഇന്ത്യക്ക് ഒരു വൈസ് പ്രസിഡന്റ് അല്ലെങ്കിൽ ഉപരാഷ്ട്രപതി ഉണ്ടായിരിക്കണമെന്ന് വ്യവസ്ഥ ചെയ്യുന്ന വകുപ്പാണ് ആർട്ടിക്കിൾ 63. ഉപരാഷ്ട്രപതിയുടെ ഔദ്യോഗിക കാലാവധി 5 വർഷം. ഉപരാഷ്ട്രപതിക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് രാഷ്ട്രപതി. ഉപരാഷ്ട്രപതി രാജിക്കത്ത് സമർപ്പിക്കേണ്ടതും രാഷ്ട്രപതിക്കാണ്. രാജ്യസഭാ സമ്മേളനങ്ങൾക്ക് അധ്യക്ഷത വഹിക്കുന്നതും ഉപരാഷ്ട്രപതിയാണ്. ഉപരാഷ്ട്രപതിയാകാൻ വേണ്ട കുറഞ്ഞ പ്രായം 35 വയസ്സ്. ഉപരാഷ്ട്രപതി പാർലമെൻറ്റിലെ ഏതെങ്കിലും ഒരു സഭയിലോ സംസ്ഥാന നിയമസഭകളിലോ അംഗമായിരിക്കില്ല. വൈസ് പ്രസിഡന്റ് അല്ലെങ്കിൽ ഉപരാഷ്ട്രപതി എന്ന ആശയം ഇന്ത്യ കടമെടുത്തത് USA-യിൽ നിന്നാണ് അല്ലെങ്കിൽ അമേരിക്കയിൽ നിന്നാണ്. അപ്പോൾ ഇന്ത്യൻ വൈസ് പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്ന സമിതിയിൽ ആരെല്ലാം ഉൾപ്പെടുന്നു? ലോക്സഭയിലെയും രാജ്യസഭയിലെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ. ഇന്ത്യക്ക് ഒരു വൈസ് പ്രസിഡന്റ് അല്ലെങ്കിൽ ഉപരാഷ്ട്രപതി ഉണ്ടായിരിക്കണമെന്ന് വ്യവസ്ഥ ചെയ്യുന്ന വകുപ്പാണ് ആർട്ടിക്കിൾ 63.
ഉപരാഷ്ട്രപതിയുടെ ഔദ്യോഗിക കാലാവധി 5 വർഷം. ഉപരാഷ്ട്രപതിക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് രാഷ്ട്രപതിയാണ്. ഉപരാഷ്ട്രപതി രാജി സമർപ്പിക്കേണ്ടതും രാഷ്ട്രപതിക്കാണ്. രാജ്യസഭാ സമ്മേളനങ്ങൾക്ക് അധ്യക്ഷത വഹിക്കുന്നതും ഉപരാഷ്ട്രപതിയാണ്. ഉപരാഷ്ട്രപതിയാകാൻ വേണ്ട കുറഞ്ഞ പ്രായമാണ് 35 വയസ്സ്. ഉപരാഷ്ട്രപതി പാർലമെന്റിലെ ഏതെങ്കിലും ഒരു സഭയിലോ സംസ്ഥാന നിയമസഭകളിലോ അംഗമായിരിക്കില്ല. വൈസ് പ്രസിഡന്റ് അല്ലെങ്കിൽ ഉപരാഷ്ട്രപതി എന്ന ആശയം ഇന്ത്യ കടമെടുത്തത് USA അല്ലെങ്കിൽ അമേരിക്കയിൽ നിന്നാണ്. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ഈ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പ്ലീസ് സബ്സ്ക്രൈബ് ദിസ് ചാനൽ. താങ്ക്